ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നല്ല അടിപൊളി മീനടയായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ കണ്ണൂർക്കാരുടെ സ്പെഷ്യൽ മീനട. അപ്പോൾ പല സ്ഥലത്തും പല രീതിയിലായിരിക്കും ഇതിൻ്റെ മസാല റെഡിയാക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മുടെ കണ്ണൂർക്കാരുടെ മസാല എങ്ങനെയാണെന്ന് നോക്കാം. ഇത് എൻ്റെ ഉമ്മയുടെ സ്പെഷ്യലാണ്. അപ്പോൾ ആ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മീനട ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 1 കിലോൻ്റെ ആവോലി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ വിനെഗർ. ഇതൊക്കെ കൂടി നന്നായിട്ട് മീനിൽ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി അടുത്ത ഇതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. കോക്കനട്ട് ഓയിൽ തന്നെ ചേർക്കാൻ ശ്രമിക്കണം, കാരണം അതാണ് നമ്മുടെ നാടൻ വിഭവങ്ങൾക്കൊക്കെ നല്ല ടേസ്റ്റ്. ഇനി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് 4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ 2 നല്ല മീഡിയം സൈസ് പഴുത്ത തക്കാളി തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇനി കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ആ തക്കാളി ഒന്ന് വേവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു അരപ്പ് റെഡിയാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് 1 കോക്കനട്ട് എടുത്തിട്ടുണ്ട്, മുഴുവനും എടുക്കണം. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം വേണം, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറണം. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് പീസ് മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഈ മസാലയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ഒരു യഥാർത്ഥ ടേസ്റ്റ് വരിക. ഈ മീൻ ഇതിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വരണം. അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഫിഷ് ഇതിലേക്ക് നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഇതിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ ഒഴിക്കേണ്ട, നമ്മൾ തവ ഫ്രൈ ആണ് ചെയ്യുന്നത്. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഫിഷ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഒരു ഭാഗം ഫിഷ് ഫ്രൈ ആയി വരുന്നുണ്ട്. ഇതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഈ ഫിഷ് ഒന്ന് തിരിച്ചിട്ട് 2 ഭാഗവും നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഫിഷ് നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു മാവ് റെഡിയാക്കാനുണ്ട്. അതിന് വേണ്ടി ഞാൻ ടേസ്റ്റി ഫുഡിൻ്റെ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതൊരു 1/2 കിലോ ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇനി ഒരു കൂട്ട് റെഡിയാക്കി ഒഴിക്കാനുണ്ട്, തേങ്ങാക്കൂട്ട്. അതിന് വേണ്ടിയിട്ട് ഒരു തേങ്ങ മുഴുവനായിട്ട് വേണം, പിന്നെ 1 ടീസ്പൂൺ ഏലക്ക, 2 ടേബിൾ സ്പൂൺ ജീരകം, 1 ഉള്ളി. അപ്പോൾ ഇതൊക്കെ കൂടി ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം.
ഇനി ഈ തേങ്ങാക്കൂട്ട് നമുക്ക് ഈ അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് തന്നെ ചെറിയ ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പും ചേർത്തിട്ട് അതിലേക്ക് ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കണം. ഇത് ഒറോട്ടിക്കൊക്കെ റെഡിയാക്കുന്ന പോലെ ഇത് റെഡിയാക്കാം. അപ്പോൾ നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കാം. ഇനി അതിന് മുമ്പ് നമുക്ക് സ്റ്റീമറിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ചൂടാക്കി എടുക്കണം. ഇനി ഒരു വാഴയില എടുത്തിട്ട് അതിലേക്ക് ഇത് പരത്തി കൊടുക്കാം. വലിയ തടി ഉണ്ടാവാൻ പാടില്ല, നേരിയതും ആവാൻ പാടില്ല. ഒരു മീഡിയം തിക്നെസ്സിൽ നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഈ ഒരു സൈസിൽ പരത്തിയതിന് ശേഷം ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച നമ്മുടെ മസാല ഇട്ട് കൊടുക്കാം. ഒരു മീനും വെച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. ഇനി നമുക്ക് റെഡിയാക്കി വെച്ച മീനട സ്റ്റീമറിൽ വെച്ച് വേവിച്ചെടുക്കാം. ഒരു 30 മിനിറ്റ് മീഡിയം സൈസ് ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചൂടാക്കിയെടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ മീനട ഇതാ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് ബ്ലാക്ക് ടീയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഇതെന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം, കമൻറ്റും ചെയ്യണം, ഷെയറും ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.